ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പാവറട്ടിൽ നിന്ന് എളനാട് എന്ന ഗ്രാമത്തിലേക്കുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. എളനാട് പാലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എങ്കിലും എളനാട് എന്ന ഗ്രാമത്തിലേക്ക് എങ്ങനെ പോകും, എങ്ങനെ തിരിച്ചു വരുമെന്ന് പലർക്കും അറിയാൻ സാധ്യതയില്ല. പാവറട്ടിൽ നിന്നും ആദ്യം തൃശ്ശൂരിലെത്തണം. അതിനായി 3 വഴികളുണ്ട്. പാവറട്ടി പാങ്ങ് പറപ്പൂർ അമല വഴി തൃശ്ശൂരിലെത്താം, അതാണ് എളുപ്പം. അല്ലെങ്കിൽ പാവറട്ടി പാങ്ങ് കാഞ്ഞാണി അരിമ്പൂർ വഴി തൃശ്ശൂരിലെത്താം, കുറച്ചുകൂടി ദൂരം കൂടുതലാണ്. ഇനിയൊന്ന് പാവറട്ടി മറ്റം കേച്ചേരി അമല വഴി തൃശ്ശൂരിലെത്താം, അത് താരതമ്യേന ദൂരം കൂടുതലാണ്. ഞാൻ 3ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അതങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ലക്ഷ്യത്തിലെത്താൻ പാടവും തോടും പുഴകളും പാലങ്ങളും കൂടുതലായി താണ്ടേണ്ടി വരും. അതൊരു വിധിയാണ്. എനിക്ക് യാത്ര ചെയ്യാനുള്ള വാഹനത്തിന് ഞാൻ കാത്തു നിൽക്കുന്നു. ഞാൻ ഈ ബസ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകാം. ബസ് കൂടുതൽ സുരക്ഷിതം എന്ന് തൽക്കാലം ഞാൻ പറയും. രാവിലെ നേരത്തെ പുറപ്പെട്ടാൽ ചെറിയ മഞ്ഞും കുളിരുമൊക്കെ അനുഭവിക്കാം. വെയിലിൻ്റെ ചൂടേറ്റ് വീഴാതെ നമുക്ക് യാത്ര ചെയ്യാം. ചിറ്റാട്ടുകര, മറ്റം, കൂനമുച്ചി, കേച്ചേരി, അമല വഴി തൃശ്ശൂരിലെത്താം. പുഴയിലേക്ക് കൈവഴികൾ ചേരുന്നത് പോലെ പറപ്പൂർ വഴി അമലയിൽ വെച്ച് ഈ റോഡിൽ വന്ന് ചേരുന്നു. തൃശ്ശൂർ ടൗൺ എത്തി തുടങ്ങി. തൃശ്ശൂർ റൗണ്ടിലൂടെ തേക്കിൻകാട് മൈതാനത്തിനടുത്തുകൂടി തെക്കേ ഗോപുരനടയും കണ്ട് ആകാശപാതയും കടന്ന് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു. അവിടെ നിന്നും നമുക്ക് എളനാട് വണ്ടിയിൽ കയറണം. ശക്തൻ തമ്പുരാൻ വീണ് കിടക്കുകയാണ്. ഉയർന്നു നിന്നവരെ വീഴ്ത്തിയിടാനും വീണ് കിടക്കുന്നവരെ ഉയർത്തി നിർത്താനും തൃശ്ശൂരുകാർക്കറിയാം. അതിനാൽ ഇതൊരു വിഷയമേ അല്ല. ഈ കാണുന്ന മതിൽ കേരളത്തെ 2ആയി വിഭജിക്കും എന്നൊരു കാലത്ത് നമ്മൾ വിശ്വസിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ നമ്മൾ മണ്ണുത്തി വഴി പാലക്കാട് റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിലുള്ള പ്രധാന ആകർഷണമാണ് തുരങ്കം. വലതുവശത്ത് കാണുന്നത് പണിതീരാത്ത തുരങ്കമാണ്. പണിതീരാത്ത വീട് മാത്രം കണ്ട നമുക്ക് ഇത് പുതുമയുള്ള ഒരു കാഴ്ചയാണ്. വാണിയമ്പാറയിൽ വെച്ചാണ് ഈ യാത്രയിലെ പ്രധാന ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ ബസ് ഇടത്തോട്ട് ഇളനാട് റൂട്ടിലേക്ക് കയറുന്നു. അതാണ് ട്വിസ്റ്റ്. തുടർന്ന് അങ്ങോട്ട് ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ എളനാട് ടൗണിൽ ബസ് ഇറങ്ങുന്നു. ഇതാണ് എളനാട് ടൗൺ. തീരപ്രദേശത്തു നിന്ന് തുടങ്ങി ഇടനാടുകൾ പിന്നിട്ട് നമ്മൾ മലനാട്ടിലെത്തിയിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ നിന്ന് തുടങ്ങി കിഴക്കേ അതിർത്തിയിൽ ഏതാണ്ട് എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് തിരിച്ച് പാവറട്ടിയിലേക്ക് വരുന്നതിന് വേണ്ടി മറ്റൊരു വഴി പരിചയപ്പെടുത്താം. 4 ഘട്ടങ്ങളായാണ് ഈ യാത്ര. അതിനായി ഇളനാട് നിന്ന് ചേലക്കരയിലേക്ക് ബസ് കയറാം.
കാളിയാറോഡ്, പങ്ങാരപ്പള്ളി, അന്തിമഹാകാളൻകാവ് തുടങ്ങിയ സ്ഥലങ്ങൾ പിന്നിട്ട് മേപ്പാടത്ത് വന്ന് നമ്മൾ ചേലക്കരയിലെത്തുന്നു. ചേലക്കരയിൽ നിന്ന് തൃശ്ശൂർ ബസ്സിൽ കയറി നമ്മൾ വടക്കാഞ്ചേരിയിൽ ഇറങ്ങുന്നതാണ് അടുത്ത ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് ബസ് കയറണം. കേച്ചേരിയിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പാവറട്ടിയിലേക്കുള്ള ബസ് കിട്ടും. അങ്ങനെ നമ്മൾ വഴിയോര കാഴ്ചകൾ കണ്ട് തിരിച്ച് പാവറട്ടിയിലെത്തുന്നു. ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങളുള്ളതുപോലെ ഈ യാത്രയ്ക്കും രണ്ട് വശങ്ങളുണ്ട്. ഞാൻ ബസ്സിൻ്റെ ഒരു വശത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ പകർത്തിയിട്ടുള്ളൂ. കണ്ട കാഴ്ചകൾ മനോഹരമെങ്കിലും കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. അത് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.